പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ചകൾ നടക്കുന്നതാണ്. ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ ആണ് അവ്യക്തതയുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് ഇതൊരു സ്വാഭാവികമായ മരണം ആണ്, അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള മരണമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യക്തത കൈവരും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വ്യക്തത കൈവരും. കാരണം ഇതൊരു സമാധിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ആ സമാധിയിൽ അയാളെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ആളെ അവിടെ മരിച്ചു, അവിടെ സമാധിയായി അവിടെ തന്നെ ആ അറയിൽ ഉണ്ട് എന്ന് അവർ പറഞ്ഞു. എങ്ങനെയാണ് മരണം, അതിലേക്കാണ് പോലീസ് വരുന്നത്. ആ സമാധി തുറക്കാൻ അവർ അനുവദിക്കാതെ പാടില്ല എന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സത്യം ചോദിച്ചു, നിങ്ങൾ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? അതില്ല. സമാധി ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ തെളിവ് വേണം. അത് വീട്ടുകാരുടെ രണ്ടുപേരുടെ മുമ്പിൽ മാത്രമല്ല സമാധി. കാരണം അത് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച സമാധിയാണ് പുള്ളി അവസാനമായി ശ്വാസം വലിച്ചു പോകുന്നെങ്കിൽ അതൊരു മരണമാണോ സ്വാഭാവിക മരണമാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം വീട്ടുകാര് രണ്ടുപേരും, ആ മക്കൾ രണ്ടുപേരും വേറെ ആരും അറിയാതെ അച്ഛൻ സമാധിയായി അവിടെ അറയും ഒരു കല്ലറ പോലെ ഉണ്ടാക്കി അടച്ചിടുകയും ചെയ്തിരിക്കും. അവിടെ സംശയാസ്പദമായ സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി കൃത്യമായിട്ട് അത് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം കളക്ടർ ഉത്തരവ് പ്രകാരം ആദ്യം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത്. കാരണം ഇത്ര കോൺട്രവേഴ്സ്യലായ സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം കൃത്യമായിരിക്കണം. അതുകൊണ്ട് നല്ല ലൈറ്റ് വേണം, അത് വീഡിയോ എടുക്കണം. അതോടൊപ്പം തന്നെ ആ പോസ്റ്റ്മോർട്ടത്തിലെ ഒരു ഫൈൻഡിങ് വരുള്ളൂ. അത് ഇദ്ദേഹം സമാധി ഇതുവരെ പറഞ്ഞതിന് 50% സത്യമാണെന്ന് ഇപ്പം മനസ്സിലാവുന്നത്. സമാധിയിലാണ് മരിച്ചത്, സമാധിയിൽ തന്നെ കണ്ടു. പാർഷ്യലി ഡീകമ്പോസ്ഡ് ആണ് ബോഡി. എന്തായാലും അതിന്റെ മരണകാരണം കൃത്യമായിട്ട് നമുക്കറിയാം. നാച്ചുറൽ ഡെത്ത് ആണോ അതോ മറ്റു രീതിയിലുള്ള മരണമാണോ? നേരത്തെ ഏതായാലും പാടുകളോ പരിക്കുകളോ ഒന്നുമില്ല. അത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അവർ പറഞ്ഞത് സമാധിയായിട്ട് തന്നെ അംഗീകരിക്കേണ്ടി വരും, മറ്റു നടപടി ഉണ്ടാവില്ല. അതിനുശേഷം ഡെഡ് ബോഡി അവർക്ക് വിട്ടുകൊടുക്കും. അവർ പറയുന്ന 41 ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊളിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ. അത് അവരുടെ വിശ്വാസമനുസരിച്ച് 41 ദിവസം അത് പരിശുദ്ധമായിട്ട് ആ കല്ലറ സൂക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പം ഡെഡ് ബോഡി അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2-3 ദിവസത്തിന് ഉണ്ടാവും. ഏതായാലും അതിന്റെ വിസറ അയക്കണം. വിസറയിലെ ഏതെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിന് അദ്ദേഹത്തിന് സുഖമില്ലാതെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. രോഗാവസ്ഥയിലാണോ മരണം, രോഗം കൊണ്ടാണോ മരിച്ചത്, അതോ സമാധിയാണോ, അത് നമുക്കിപ്പോൾ അറിയാം. അത് അറിയുന്നിടം വരെ എന്തായാലും അതിന്റെ ഒരു ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ ആ പൗരബോധം അനുസരിച്ച് അവർ ചില സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സംശയത്തിന് പരിഹാരം ഏതായാലും 2-3 ദിവസത്തിനകം ഉണ്ടാവും. യെസ്, അതാണ് ഈ പരിഹാരം. ഒപ്പം നമുക്കറിയാമല്ലോ, ഇതിലിപ്പോൾ കുറച്ച് സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിരീക്ഷണമുണ്ടാകുന്നു. കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസിന് സാധിക്കും എന്ന് കോടതി കൂടി നിരീക്ഷിച്ച പശ്ചാത്തലമുണ്ട്. ഇതിനെ ഈ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നതോ തടയുന്നതോ ശരിയായിരുന്നു എന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അത് ഇന്ത്യയുടെ പാരമ്പര്യം BC മുതൽ ഹിന്ദുവിസം ഉണ്ട്. ആ ഹിന്ദുവിസത്തിന്റെ ഒരു ഭാഗമാണ് സമാധി. യോഗികൾ പലരും സമാധി അടയാന്ന് പറയും. മരണമാസനായ ഒരാൾക്ക് മരണത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം, തോന്നും. നമുക്ക് എല്ലാവർക്കും അത് തോന്നും. നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ അസുഖമായി മരിക്കാറാകുമ്പോൾ അവർക്കും അറിയാം, നമുക്കും അറിയാം, നമ്മളൊക്കെ ഓടിച്ചെല്ലും. അതാണ് നമ്മുടെ. പക്ഷെ അതിലെ യുഗത്തിൽ ആൾക്കാർ ഇതിലൊന്നും വലിയ വിശ്വാസം കൊടുക്കുന്നില്ല. ആയിക്കോട്ടെ, അതൊരു സമാധിയാണ്, സ്വാഭാവികമായ ഡെത്താണ് എന്ന് വീട്ടുകാർ പറയുന്നത്. അവരത് വിശ്വസിച്ചു. ആത്മീയമായും അവർ മതപരമായും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അതിനകത്തൊന്നും നമുക്ക് ഇന്റർഫിയർ അത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇതിനകത്ത്. അതിപ്പോ ഇതിന്റെ ഈ 41 ദിവസത്തിനകം ശേഷം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഹൈക്കോടതി പറഞ്ഞത്. ഏതായാലും അതിനൊരു അതിൽ ഡീകമ്പോസ്ഡ് ആവുന്നു, വെയിറ്റ് ചെയ്യാൻ ഒക്കില്ല. പോലീസ് നടപടിയെടുക്കും. കാരണം ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ, ഈ സമാധി സ്ഥലത്ത് തന്നെ ഉണ്ടോ, ഏതായാലും ഇവിടെ ഉണ്ടെന്ന് ബോധ്യമായി. അവർ പറഞ്ഞിട്ട് അവര് ആസനത്തിലാണ് പുള്ളി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ രീതിയിൽ പത്മാസനത്തിൽ തന്നെ ഇരിക്കുന്നതും കണ്ടെത്തി. അവർ പറഞ്ഞതിന്റെ 50% ശരിയായിട്ടുണ്ട്. ബാക്കി പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കൃത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും.
ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി ഒരു പക്ഷേ നിരവധിയായ സംശയങ്ങൾ ഉണ്ടാകാം. ഈ പറഞ്ഞതുപോലെ കുടുംബം പറയുന്നത് പോലെ അതൊരു സ്വാഭാവികമായ മരണമായിരുന്നു എന്നൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്നാൽ അസ്വാഭാവികതയുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ പലതരത്തിലാണല്ലോ ശ്രീ ജോർജ് ജോസഫ്. അതായത് ഇപ്പോൾ വിഷാംശമുള്ളിൽ ചെന്നിട്ട് വേണമെങ്കിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച തരത്തിലുള്ള മർദ്ദനമുണ്ടാകാം, അല്ലെങ്കിൽ ഈ ആന്തരികാവയവങ്ങൾക്കുണ്ടാകുന്ന ക്ഷതമുണ്ടാകാം. ഇതെന്തും മരണകാരണമാകാം. ഇതെല്ലാം തന്നെ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും എന്ന് നമുക്ക് നിരീക്ഷിക്കാനാകുമോ? ഇങ്ങനെ വിവാദമായൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ, ആന്തരികാവയവങ്ങളടക്കം കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുവാനുള്ള സാധ്യത മുന്നിലുണ്ടോ? അത് ആന്തരിക അവയവങ്ങൾ എന്തായാലും ബിസറ അത് കെമിക്കൽ എക്സാമിന്റെ ലാബറട്ടറി പോയാൽ അതിനൊക്കെ താമസം ഉണ്ടാവും. കാരണം പുള്ളി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള്, അപ്പം മരുന്നിന്റെ റിയാക്ഷൻ അതോടൊപ്പം ആകാം. അത് അതേപ്പറ്റി നോക്കും. ഏതായാലും ഹാർട്ട് അല്ലെങ്കിൽ ഫെയിലിയർ ആണ്, അതൊരു നാച്ചുറൽ ഡെത്ത് ആണ് എങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ഏതായാലും മറ്റ് ദേഹത്ത് ഒന്നും പരിക്കുകളൊന്നും ഇല്ല. അത് തന്നെ ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സമയത്ത് അവർ കണ്ടു ബോഡി. അവർ പറഞ്ഞ പോലെ പത്മാസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് പൂജാദ്രവ്യങ്ങളൊക്കെ കഴുത്തുവരെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ ഫ്ലഷി അല്ലാത്തതുകൊണ്ട് ഡീകമ്പോസിഷൻ ലോവർ പാർട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. മറ്റേതൊക്കെ ആളെ തിരിച്ചറിയത്തക്ക രീതിയിലായിരുന്നു പത്മാസനത്തിൽ പുള്ളി ഇരുന്നത്. അതുകൊണ്ട് ഒരു 50% അവർ പറഞ്ഞ ശരിയായ ബാക്കി ഭാഗം കൂടെ അറിഞ്ഞാൽ മതി. അത് ഒരു സ്വാഭാവികമായ മരണമാണ്, നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അവർ പറഞ്ഞത് 100% ശരിയെ നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ല. അത് ഇന്ത്യൻ സ്വാമിമാരുടെ സമാധികൾ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. ഇപ്പോഴത്തെയുള്ള നമ്മുടെ സമൂഹത്തിലെ പുതിയ ജീവിത രീതികളും ജീവിതത്തിന് അങ്ങനെ അവർക്കൊന്നും ഇത് ഒരു അശാസ്ത്രീയമായ ഒരു ഇതാണ് എന്ന് പറയുമെങ്കിലും BC മുതൽ ഇന്ത്യയിൽ അതിപ്പോഴും അനുഷ്ഠിച്ചു വരുന്ന ഒരു സംഗതിയാണ്. നമുക്ക് മതപരമായ അവരുടെ നിഷ്ഠയും മതപരമായ ആചാരങ്ങളും അതിന്റെ 2-4 സ്റ്റേജ് കഴിഞ്ഞ്, കാരണം നമുക്ക് സമാധി കഴിഞ്ഞാൽ ഈ സമാധിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റേജ് കൂടെ പറയുന്നുണ്ട് ബുദ്ധമതത്തില്, നിർവ്വാണത്തിലോട്ട് പോകും. അവസാനത്തെ ശ്വാസം അന്തരീക്ഷത്തിൽ ലയിക്കുമ്പോൾ ആത്മാവ് പോകുന്ന വിശ്വാസം. ഓരോ വിശ്വാസമാണ് മതപരമായ. അപ്പൊ അതിനെയൊന്നും നമുക്ക് തള്ളിക്കളയാനോ നിഷേധിക്കാനോ കഴിയത്തില്ല. നമുക്കിപ്പോ അറിയേണ്ടത് ഇതൊരു സ്വാഭാവിക നാച്ചുറൽ ഡെത്ത് ആണോ, അവർ പറയുന്നത് ശരിയാണോ, അതോ വിഷാംശം എന്തെങ്കിലും ചെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്ക് വെച്ചിട്ടുണ്ടോ? പരിക്കൊന്നുമില്ല എന്നാണ് ഇപ്പം പ്രഥമ നിശ്ചയം മനസ്സിലാവുന്നത്. ഇതിന് ഏതെങ്കിലും വിഷം കൊടുക്കും. അദ്ദേഹം ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നയാളാണ്. ഒരാഴ്ച കൊണ്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, എനിക്ക് ഇനി ഫുഡൊന്നും വേണ്ട, ആഹാരമൊന്നും വേണ്ട, ഞാൻ സമാധിയിലേക്ക് പോവുകയാണ്. അതിന് അവര് മതപരമായ ആചാരങ്ങളിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവരതിന് തയ്യാറായി. അതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്ര ഡിഫറന്റ് ആയിട്ട് നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിക്കോട്ടെ, ഈ ഒരു 2-3 ദിവസത്തെ വെയിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രാഥമികമായി ഒരു ഐഡിയ കിട്ടും ഇതൊരു നാച്ചുറൽ ഡെത്ത് ആണോ എന്ന്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ വിസറയുടെ റിസൾട്ട് വരുമ്പോഴേ പറയാൻ. അതായത് താങ്കൾ പറയുന്നത് ഇത്തരം വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മറ്റ് മതവിഭാഗങ്ങളിലടക്കം ഇപ്പോൾ ജൈന മതത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരിൽ ചിലർ സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട്. അവരൊരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തവർ ആണ്. അവർ മരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. അത് മലയാളികൾക്ക് അത്ര പരിചിതമായ ഒന്നല്ല. അങ്ങനെ സമാധിയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് ഒരുപക്ഷെ ഈ ഗോപൻ എന്ന് പറയുന്ന ആൾ അത്തരമൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നോ എന്നതിൽ നമുക്ക് ഉറപ്പിക്കാനാകില്ല എന്നാണോ? അല്ല, അത് അദ്ദേഹം 70 വയസ്സുള്ള ആളാണ്, രോഗാവസ്ഥയിലാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലൊക്കെ വളരെ അദ്ദേഹം ആരെയൊക്കെ വെട്ടിയിട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വന്നോട്ടെ, അതിൽ കുറെ വർഷങ്ങളായി, 10-30 വർഷമായിട്ട് അത് ഒരു സാത്വികനായിട്ട് മാറി. അങ്ങനെയാണ് അവിടെ ശിവൻ കോവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടൊക്കെ എതിർപ്പുള്ളവരും ഉണ്ട്, അല്ലാത്തവർ അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. നമുക്ക് ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ, ഹിന്ദുയിസം, BCയിലുള്ള ഹിന്ദുയിസം അനുസരിച്ച് ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം പേര് ഇതുപോലെ സമാധി പോകുന്നുണ്ട്. അത് ആ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിന് പുതുമയായിരിക്കും, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ സമാധി കണ്ടിട്ടില്ല. ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടത്തിലൊക്കെ സമാധി ഉണ്ട്. അപ്പൊ അതിനല്ല നമ്മള് എന്ത് പറഞ്ഞാലും ശരി, ഇപ്പം കുംഭമേളയിൽ എത്ര കോടി ജനങ്ങളാണ്, ലോകം അതിശയിക്കാണ്, 35 കോടി ജനങ്ങളാണ് അവിടെ വരുന്നത്. അതൊക്കെ ഒരു വിശ്വാസമാണ്. ഏറ്റവും 3 നദികളും ചേരുന്ന ഭാഗത്ത് സംഗമസ്ഥലത്ത് പ്രയാഗരാജില് വിശുദ്ധ ജലമാണ് പരിശോധിച്ചാൽ വിശുദ്ധമല്ല, ഏറ്റവും പൊള്യൂട്ടഡ് ആയ ഇതാണെന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു വിശ്വാസമാണ്. അപ്പൊ അത് നമ്മുടെ അതൊന്നും തള്ളിക്കളയാനും ആർക്കും കഴിയില്ല, ഒരു ഭരണകൂടത്തിനും കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യം നമ്മൾ നോക്കണം. ലോകത്തിന് എല്ലാത്തിനും നമ്മുടെ പാരമ്പര്യം അത്ര ഉള്ള ആർക്കും ഇല്ലാന്ന് വിചാരിച്ചോ.
പിന്നെ ഗ്രീസിലോ ചൈനയിലൊക്കെ കുറെയൊക്കെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഇന്ത്യൻ പാരമ്പര്യമാണ് ലോകം മുഴുവൻ ദർശിക്കുന്നത്. അത് മാറ്റിമറിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഒരു ഭരണകൂടത്തിനും പറ്റില്ല, ഒരു ഭരണഘടനയ്ക്കും പറ്റില്ല, ഒരു ജുഡീഷ്യറിക്കും പറ്റില്ല. മതവിശ്വാസത്തിൽ എൻട്രി ചെയ്യും. അതാണ് എന്റെ ഒരു നിഗമനം. അതാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ